ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് CD4017 വെച്ചിട്ടുള്ള ഒരു കോണ്ടാക്ട്ലെസ് AC ലൈവ് ലൈൻ ഡിറ്റക്ടർ സർക്യൂട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ IC. ഇതൊരു 16 പിൻ IC ആണ്. അപ്പോൾ ഇതിൻ്റെ 1 to 7 പിന്ന് നമ്മൾ കണക്ഷനിൽ എടുക്കുന്നില്ല. ഇതിൻ്റെ പിൻ നമ്പർ 8 നമ്മൾ നെഗറ്റീവ് ലൈനിലേക്ക് കൊടുക്കുന്നു. ഇതിൽ നിന്നും മറ്റൊരു കണക്ഷൻ പിൻ നമ്പർ 13ലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്നും പിൻ നമ്പർ 13ൽ നിന്നും 15ലേക്ക് മറ്റൊരു കണക്ഷൻ കൊടുക്കുന്നു. പിൻ നമ്പർ 16 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നതിനുള്ള ഒരു LED ആണ് കണക്ട് ചെയ്യേണ്ടത്. അതിന് പിൻ നമ്പർ 11ൽ നിന്നും ഒരു 1 kilo ohmൻ്റെ റെസിസ്റ്റർ LEDയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. ഇനി LEDയുടെ നെഗറ്റീവിൽ നിന്നും നമ്മളൊരു സപ്ലൈ ഈ നെഗറ്റീവിലേക്ക് അഥവാ പിൻ നമ്പർ 8ലേക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് EMF ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഥവാ ACയുടെ സാന്നിധ്യം ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റിനയാണ്. ഇത് നമ്മൾ പിൻ നമ്പർ 14ൽ നിന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 9 volt സപ്ലൈ കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിലേക്ക് ഞാനൊരു 9 volt ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സർക്യൂട്ട് വർക്കിംഗ് ആണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ACയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 12 വോൾട്ടിൻ്റെ SMPS ആണ്. അപ്പോൾ ഈ SMPS ഇപ്പോൾ ഓണല്ല. നമുക്കിതിൻ്റെ ആൻറ്റിനയുടെ അടുത്തുനിന്ന് അടുപ്പിച്ച് നോക്കാം. പക്ഷേ ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഈ SMPS ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ആൻറ്റിനയുടെ അടുത്തേക്കൊന്ന് അടുപ്പിക്കുമ്പോൾ നമുക്കിത് ACയുടെ സാന്നിധ്യം ഡിറ്റക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റിയ വളരെ ലളിതമായിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. എന്നാൽ വളരെയധികം ഉപകാരമുള്ളതുമായ ഒരു സർക്യൂട്ടാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്